എല്ലാ കണ്ണുകളും ഡൽഹിയിൽ, എല്ലാ കാതുകളും ഡൽഹിയിൽ. ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? കോൻ ബനേഗ കേരള CM? ഡ്രാമ കണ്ടിന്യൂസ്. പ്രതിപക്ഷ നേതാവിനെ നാളെയോ മറ്റന്നാളോ അറിയാം. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമോ എന്ന് PB യോഗത്തിൽ അറിയാം. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ദില്ലിയിലെത്തുന്ന പിണറായി വിജയൻ താമസത്തിന് കൊച്ചിൻ ഹൗസ് ഒഴിവാക്കിയിട്ടുണ്ട്. കാവൽ മുഖ്യമന്ത്രി ആയതിനാൽ കൊച്ചിൻ ഹൗസിൽ താമസിക്കാനാകുമെങ്കിലും കേരള ഹൗസിൽ മുറി മതിയെന്ന് അറിയിക്കുകയായിരുന്നു. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനാണ് പിണറായി വൈകിട്ട് ദില്ലിയിലെത്തുക. ആദിൽ പാലോടുണ്ട് ദില്ലിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. അതിൽ ഇന്നിപ്പോ എല്ലാ കണ്ണുകളും കാതുകളും ദില്ലിയിൽ AICC ആസ്ഥാനത്തേക്കും കേരള ഹൗസിലേക്കും ഒക്കെയാണ്. അതിനിടയിൽ പിണറായി വിജയൻ, കാവൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദ മാഷും ഒക്കെ ദില്ലിയിലേക്ക് വരുന്നുണ്ട്. കേരള ഹൗസിൽ തന്നെയാണ് മുഖ്യമന്ത്രി താമസിക്കുന്നതെങ്കിലും സാധാരണ മുഖ്യമന്ത്രി താമസിക്കുന്നത് കൊച്ചിൻ ഹൗസിലാണ്. അവിടെയാണ് ഗവർണറും മുഖ്യമന്ത്രിക്കും താമസം ഒരുക്കുക. പക്ഷേ ഇത്തവണ കൊച്ചിൻ ഹൗസിൽ താമസം വേണ്ടെന്നാണോ പറഞ്ഞിരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് അതിനുള്ള, നിലവിൽ കാവൽ മുഖ്യമന്ത്രിയാണെങ്കിലും അതിനുള്ള അവകാശമുണ്ട്. അപ്പോൾ കേരള ഹൗസിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെയുള്ള കേരള ഹൗസിൽ തൊട്ടടുത്ത മുറികളിലായിരിക്കുമല്ലോ ഇരുവരും. ഉറപ്പായും അരുൺകുമാർ, അതിലൊരു കൗതുകമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിൻ ഹൗസിന് മുന്നിലാണ്, കേരള ഹൗസിലാണ്. അതിന്റെ ഇടതുവശത്തായിട്ടുള്ള കൊച്ചിൻ ഹൗസിലെ ദൃശ്യമാണ് കാണുന്നത്. കൊച്ചിൻ ഹൗസിലെ വേമ്പനാട് സ്യൂട്ടിലാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വരുമ്പോൾ താമസിക്കാറുള്ളത്. 10 വർഷം മുഖ്യമന്ത്രിയുടെ വാസസ്ഥലം ദില്ലിയിൽ വരുമ്പോൾ ഈ കൊച്ചിൻ ഹൗസിലെ വേമ്പനാട് സ്യൂട്ടായിരുന്നുവെങ്കിൽ ഇനി വരുമ്പോൾ മുതൽ താമസിക്കാൻ പോകുന്നത് കേരള ഹൗസിലെ സാധാരണ ഗസ്റ്റ് ഹൗസിലെ 204 നമ്പർ മുറിയിലാണ് എന്നുള്ളതാണ്. കേരള ഹൗസിലെ ജീവനക്കാർ നേരത്തെ തന്നെ വിളിച്ച് ചോദിച്ചിരുന്നു ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എന്താണെന്ന്. വേമ്പനാട് സ്യൂട്ട് തയ്യാറാക്കട്ടെ എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷേ മുഖ്യമന്ത്രി തന്നെ, പിണറായി വിജയൻ തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തമായ നിർദ്ദേശം നൽകി. തനിക്ക് പഴയ മുഖ്യമന്ത്രിയുടെ സൗകര്യങ്ങൾ വേണ്ടതില്ല എന്നറിയിക്കുകയും സാധാരണ ഒരു മുറി മതി എന്ന നിലയിൽ പറയുകയുമായിരുന്നു. അങ്ങനെയാണ് 204 നമ്പർ മുറി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾക്കായി ഇവിടേക്ക് വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അരുൺ പറഞ്ഞത് കൃത്യമാണ്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഒപ്പം രമേശ് ചെന്നിത്തലയും VD സതീശനും ഇവിടെ തന്നെയാണുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് MV ഗോവിന്ദൻ പുറപ്പെട്ടിട്ടുണ്ട്. MV ഗോവിന്ദനും പിണറായി വിജയനും വരുന്നതോടുകൂടി ദില്ലിയുടെ രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ ഈ കേരള ഗസ്റ്റ് ഹൌസിലെ ഉണ്ടാകും എന്നുള്ളതാണ്. പല മുറികളിലായി എന്ന് നമുക്ക് പറയാം. അരുൺകുമാർ, ദില്ലിയിൽ ചർച്ച നടക്കുന്നത് മുഖ്യമന്ത്രിക്കായാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആര് എന്ന കാര്യവും ഉടൻ തന്നെ നമുക്കറിയാൻ കഴിയും. നാളെയും മറ്റന്നാളുമായി പോളിറ്റ് ബ്യൂറോ യോഗം ചേരുകയാണ് ദില്ലിയിൽ. അവിടെ വെച്ചായിരിക്കും പ്രതിപക്ഷ നേതാവായി, പാർലമെന്ററി പാർട്ടി ലീഡറായി CPM-ൽ നിന്ന് ആര് വരണം, പിണറായി വിജയൻ വരുമോ, മറ്റേതെങ്കിലും പുതിയ മുഖങ്ങൾ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക. ഏതായാലും രണ്ട് പാർട്ടികളുടെയും പ്രധാന പാർട്ടികളുടെയും പാർലമെന്ററി പാർട്ടി ലീഡറെ ചർച്ച ചെയ്യാനുള്ള യോഗങ്ങൾ നടക്കുന്നു. അതിലേക്ക് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ കേരള ഹൌസിലേക്ക് എത്തുന്നു. അരുൺ, ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ആദിൽ പാലോട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഈ തവണ പോളിറ്റ് ബ്യൂറോ നാളെയാണ് നടക്കുക. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ഒരുപക്ഷെ തീരുമാനമറിയാം. കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്ന പിണറായി വിജയൻ തന്നെയാണോ പ്രതിപക്ഷ നേതാവായി തുടരുക, അതോ ഒരു പുതുമുഖം വരുമോ? വന്നാൽ KN ബാലഗോപാലിന് സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്നത്.